ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്പനീനെ അവരുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ഓൺടർപ്രണറിനെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്ത് ആ കമ്പനീനെ ഒരു പ്രോസസ്സ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കമ്പനി ആക്കി മാറ്റുക എന്നുള്ളതാണ് ആസ് എ ബിസിനസ് കൺസൾട്ടൻറ്റ് നമ്മളുടെ റോള് വരുന്നത്. ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അത് കൺസൾട്ടൻറ്റോട് തന്നെ ചോദിക്കാം. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ വ്യക്തമാക്കി തരാം. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ മല കയറുന്ന പോലാണ്. പലതരത്തിലുള്ള റിസ്ക്കുകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അവിടെ ഒരു ബിസിനസ് കൺസൾട്ട് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു മലയിൽ വെട്ടി നികത്തിയിട്ട് ഒരു സ്റ്റെപ്പ് പോലെ ആക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഇതിൻ്റെ മുകളിൽ കയറി ചെന്ന ഒരു സക്സസ് റേഷ്യോയിൽ നമുക്ക് എത്താൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് അവരുടെ ബിസിനസ്സിനുള്ള കുറവ് എന്തെന്ന് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ ബിസിനസ് കൺസൾട്ട് ഈ ബിസിനസ് പഠിച്ചവർ കാരണം പലതരത്തിലുള്ള ബിസിനസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നവരെ അവർക്കറിയാം. അവർ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് നമ്മുടെ കുറവുകൾ എന്താണെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ബിസിനസ്സിൻ്റെ ABCD പോലെ അറിയത്തില്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻ്റ് ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ബിസിനസ്സുമായിട്ടുള്ള ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവരുടെ സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ വളർത്താൻ അവരെ നമ്മൾ സഹായിക്കും. അപ്പോൾ ബിസിനസ് കൺസൾട്ട് എന്താണ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ബിസിനസ് കൺസൾട്ട് ആയിട്ടുള്ള സൽമയോട് തന്നെ ചോദിക്കാം. സൽമയുടെ വർക്ക് എന്താണ്? ഇവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഫേമിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നുള്ള കാര്യം സൽമയോട് ഡയറക്റ്റ് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഒരു BNA മെമ്പറാണ്. ഇവരെപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. സൽമ എത്ര വർഷമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഞാനൊരു 8 years ആയിട്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു 1 year ആകുന്നതേ ഉള്ളൂ ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിങ് ഫേം കൊച്ചിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ആൻഡ് മാർച്ചിൽ നമ്മളിവിടെ ഒരു ഓഫീസ് സ്പേസ് എടുത്ത് ഒബ്രോൺ മാളിലാണ്. ബിസിനസ് കൺസൾട്ടന്റ് ആവശ്യം എന്താണെന്ന് പറയുന്നത്? ഓക്കെ, മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്പനീനെ അവരുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ഓൺടർപ്രണറിനെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്ത് ആ കമ്പനീനെ ഒരു പ്രോസസ്സ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കമ്പനി ആക്കി മാറ്റുക എന്നുള്ളതാണ് ആസ് എ ബിസിനസ് കൺസൾട്ടൻറ്റ് നമ്മളുടെ റോള് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കമ്പനീനെ അപ്രോച്ച് ചെയ്യുന്നത് മുതൽ ആ കമ്പനിയുടെ നമ്മളുടെ ഓരോ പ്രോസസ്സും ഇംപ്ലിമെൻറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നത് വരെ ഡിഫറെൻറ്റ് പ്രോസസ്സസിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഓരോ പ്രോസസ്സും നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ രൂപേണയാണ് ഓരോ ക്ലയൻസിനും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഞാനൊരു ഡെവലപ്മെന്റിന് വേണ്ടിയാണ് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബിസിനസ് ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് സൽമയ്ക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും? ഓക്കെ, നമ്മൾ ആദ്യം ഒരു കമ്പനി നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം ആ കമ്പനീനെ പറ്റിയിട്ട് ആദ്യം ഒരു സ്റ്റഡിയാണ് ചെയ്യുന്നത്. സിസ്റ്റം സ്റ്റഡി എന്ന് പറയും. ഇനീഷ്യൽ നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതൊരു മാസത്തെ സിസ്റ്റം സ്റ്റഡി ആയിരിക്കും. അപ്പോൾ ചേട്ടൻ്റെ കമ്പനിയിലുള്ള സ്റ്റാഫ്സുമായിട്ടും ചേട്ടൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഈ കമ്പനീനെ ഏത് തലത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത്. അപ്പം അതൊക്കെ നമ്മൾ ഗ്രാബ് ചെയ്തെടുക്കും. ഓരോ എംപ്ലോയീസ് ആയിട്ടിരുന്നിട്ട് അവരുടെ വർക്ക് എന്തൊക്കെയാണ്, ഇവിടെ എന്താണ് സിസ്റ്റം ഇപ്പോൾ റൺ ചെയ്യുന്ന കറണ്ട് സിസ്റ്റം എന്താണെന്ന് ഫസ്റ്റ്ലി നമ്മൾ അനലൈസ് ചെയ്യും, അതിനെ പറ്റിയിട്ട് പഠിക്കും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തു തരാം, അല്ലെങ്കിൽ ആ കമ്പനീന് എവിടെയൊക്കെയാണ് ഗ്യാപ്സ് ഉള്ളത്, അല്ലെങ്കിൽ ഇവിടെയൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയാസ് എന്ന് പറയും അല്ലേ. ഓരോ കമ്പനിയിലും പല പല രീതിയിലായിരിക്കും ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മളൊരു പ്ലാൻ ആക്കി തരും. ഒരു പ്രൊജക്റ്റ് പോലെ ആയിരിക്കും ഇത് റൺ ചെയ്യുന്നത്. ഇപ്പം സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചേട്ടൻ്റെ കമ്പനിയിൽ അട്രീഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. മാൻ പവർ വരുന്നുണ്ട്, പക്ഷെ അതേപോലെ തന്നെ വിത്തിൻ 6 months എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ എന്തോ ഒരു ഡിഫിക്കൽട്ടി അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ആസ് ആൻ എംപ്ലോയി ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എംപ്ലോയർ എന്ന നിലയ്ക്ക് നമുക്കത് അറിയാൻ പറ്റില്ല. മേ ബി അവരുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഒരാൾ പോകുമ്പോഴത്തേക്ക് ഓക്കെ പോയിക്കോട്ടെ, നെക്സ്റ്റ് ആൾ വരും എന്നുള്ളൊരു തോട്ടിലായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ഇൻറ്റേർണലി സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ എംപ്ലോയീസ് എപ്പോഴും പോകുന്നത്. ചിലപ്പോൾ അവർ ആഗ്രഹിച്ച ബെനിഫിറ്റ്സ് അവിടെ നിന്ന് ഉണ്ടാവുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ അവിടെ വർക്ക് ലോഡ് പ്രഷർ കൂടുതലായിരിക്കും, ഒരാൾ തന്നെ ഒരുപാട് ജോലികൾ എടുക്കേണ്ടി വരുന്നുണ്ടാകും, അല്ലെങ്കിൽ അവിടെ ഒരു പ്രോപ്പർലി ആയ റിപ്പോർട്ടിംഗ് സ്ട്രക്ചറോ അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഓർഗനൈസ്ഡ് കമ്പനി പോലെ ആയിരിക്കില്ല അവിടെ റൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഗ്യാപ്പാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ എംപ്ലോയിയുമായിട്ടിരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോസസ്സ് അവിടെ ബിൽഡ് ചെയ്യും. ഇത് ഇങ്ങനെ അല്ല, ഇതിവിടെ കറക്റ്റ്ലി കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ ആരോട് റിപ്പോർട്ട് ചെയ്യണം, ഇവർക്ക് എന്തൊക്കെയാണ് ജോബ് ചെയ്യേണ്ടത്, ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. കാരണം ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മളൊരു എംപ്ലോയിയെ നമ്മൾ ആസ് എ പേഴ്സണെ അല്ല നമ്മൾ എടുക്കുന്നത്, അവിടെ ഒരു ഡെസിഗ്നേഷനിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം സെയിൽസ് എന്ന് പറയുമ്പം
പല രീതിയിൽ സെയിൽസ് ചെയ്യാം. പക്ഷേ ഒരു സെയിൽസ് മാനേജർക്ക് ഒരു റോളുണ്ട്, സെയിൽസ് എക്സിക്യൂട്ടീവിന് ഒരു റോളുണ്ട്. ഇത് രണ്ടും ഡിഫൈൻഡ് ആക്കി നമ്മൾ അതിനെ ഓറിയൻറ്റേഷൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്കും ആ കറക്റ്റ് വേയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ഒരാളെ എടുത്തു കഴിയുമ്പം സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് എടുത്ത് മാനേജറുടെയും ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്കത് ഓവർലോഡായിരിക്കും എപ്പോഴും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൺസൾട്ടിങ്ങിൽ ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു സ്റ്റാഫിനോട് പേഴ്സണലി അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലായിടത്തും പോസിറ്റീവ് റിസൾട്ട് കിട്ടുമോ? പല അഭിപ്രായങ്ങൾ വരാം. കാരണം ഈ പഴയ നിന്ന് ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകും. അവർക്ക് പെട്ടെന്നൊരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. പക്ഷേ നമ്മളത് അവരെ പല രീതിയിലും പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു വലിയ ടാസ്ക് ഒന്നും ഇവർക്ക് എടുത്ത് കൊടുക്കില്ല. നമ്മളെല്ലാ എംപ്ലോയീസിനെയും പഠിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ളവർ മാത്രമേ പിക്ക് ചെയ്ത് അതാത് ജോബ് അസൈൻ ചെയ്യുള്ളൂ. ബാക്കിയുള്ളവർക്ക് നമ്മൾ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കും, ഇന്ന കാര്യങ്ങളെ ഇവരെ കൊണ്ട് പറ്റുള്ളൂ എന്നുള്ളത് പറയും. ഒന്നുകിൽ അത് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനാണ്, അവരെ അവിടെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കണോ ഇല്ല നമുക്ക് പുതിയ സ്റ്റാഫിനെ കൊണ്ടുവന്ന് ഇത് ഗ്രോ ചെയ്യിപ്പിക്കണോ എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനായിരിക്കും. കാരണം അപ്പൊ നിങ്ങൾ ഈ ഒരു സ്റ്റാഫിന്റെ കുറവ് അവിടെ പുതിയ സ്റ്റാഫിനെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും? ഓഫ് കോഴ്സ് നമ്മളുടെ റിക്രൂട്ട്മെന്റ് ചെയ്തു കൊടുക്കും. നമുക്ക് പല ഏജൻസീസായിട്ട് ടൈപ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മീഡിയം ത്രൂ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ തന്നെ അവിടെ കൊടുക്കും. അത് മാനേജ്മെന്റിലൂടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അവരവിടെ പൊസിഷനിങ് ചെയ്യുള്ളൂ. പറഞ്ഞു കൊടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾ ഓൾറെഡി മൈൻഡ് വർക്കിംഗ് അവിടെ എന്താണ് പറഞ്ഞു കൊടുക്കുക. അതെ. സൽമാനിന്റെ വലിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പം താൻ പറഞ്ഞൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളെന്ന് വെച്ചാൽ ഒത്തിരി സ്റ്റാഫിനെ വെച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതേ സ്പേസിൽ ഞാൻ എന്റെ ഇൻഡിവിജ്വൽ ഓണറാണ്, എന്റെ വർക്കർ ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് പല ബിസിനസ് ഓൺടർപ്രണേഴ്സും വരുന്ന ഈ ഒരു മേജറായിട്ടുള്ള ക്വറി ആയിട്ടാണ്. അപ്പം ഞാൻ തന്നെയാണ് എല്ലാത്തിനും ഓടുന്നത്. ലൈക്ക് പർച്ചേസിനായാലും സെയിൽസിന് പോകണമെങ്കിലും എൻ്റെ സ്റ്റാഫിനെ കൊണ്ട് എനിക്ക് അതിന് കഴിയണില്ല. ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വേറൊരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാനോ വേറൊരു വെർട്ടിക്കലിലേക്ക് മൂവ് ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എല്ലാ ഓൺടർപ്രണേഴ്സും ഫേസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അവരുടെ ഒരു പ്ലാൻ എന്താണ്, മനസ്സിലെന്താണ് ഇപ്പോൾ പ്ലാൻ. ചിലപ്പോൾ ഈ ഒരു കമ്പനീനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു പ്ലാനാണ് എല്ലാ ഓൺടർപ്രണേഴ്സിനും ഉള്ളത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത്ര മാൻ പവർ ഇവിടെ വേണം എന്നുള്ളതും ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും സ്ട്രീംലൈൻഡ് ആക്കണം എന്നുള്ളതും ഒരു പ്ലാനായിട്ട് അങ്ങോട്ടേക്ക് പ്രൊപ്പോസൽ പോലെ തരും. ഇന്ന് ഇത്രയും ബഡ്ജറ്റ്, നമ്മൾ എല്ലാത്തിനും ഒരു ബഡ്ജറ്റ് നോക്കണമല്ലോ. ഇപ്പം നമ്മൾ ഇത്ര സ്റ്റാഫിനെ എടുത്തിടുവാണെങ്കിൽ ഇത്ര ബഡ്ജറ്റ് ആകും. അതിന് വയബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഓൺടർപ്രണറിൻ്റെ തീരുമാനമാണ്. അപ്പം അവരത് കാരണം ഒരു സ്റ്റാഫിനെ വെക്കുന്നില്ല അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം ചിലപ്പോൾ അത്രയും എക്സ്പെൻസ് പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എത്ര വരെയുള്ള ഏത് ബേസിക് വരെ നിങ്ങൾ പോകുന്നുണ്ട് എമൗണ്ട് ഒരു സ്റ്റാഫിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ? നമ്മൾ ഇനീഷ്യൽ ലെവലിൽ ഒരുപാട് നമുക്ക് ഹൈ എൻഡ് ആൾക്കാരെ എടുത്തിടാൻ പറ്റില്ല ഒരു കമ്പനിയിലും, അങ്ങനെ ഗ്രോ ആവത്തുമില്ല. അപ്പം നമ്മൾ ഒരു മീഡിയം ലെവലിലുള്ള സ്റ്റാഫ്, ഒരു 1 or 2 year എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെ ആയിരിക്കും ആദ്യം എടുത്തിടുന്നത്. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്ത് അവർ കമ്പനിയിൽ നമുക്കിപ്പോൾ ഒരു മാസം കൊണ്ട് റിസൾട്ടൊന്നും ഒരിടത്തും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സ്റ്റാഫ് പോയി വർക്ക് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ആസ് എ ബിസിനസ് ഇത് ഗ്രോ ചെയ്യുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ 3 monthsനുള്ളിൽ ഓൺടർപ്രണർക്കും മനസ്സിലാവും, ഓക്കെ അവരെ എടുത്തിട്ടത് നന്നായി, ലൈക്ക് എനിക്കും കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്, ഇവരെ കൊണ്ട് നമുക്ക് കുറേ കൂടെ കമ്പനീനെ ബെറ്റർമെന്റ് ആക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് അപ്പോഴത്തേക്കേ എത്തുള്ളൂ എല്ലാവരും. ശരിക്കും ആദ്യം ഒരു ടെൻഷൻ ആയിരിക്കും. എനിക്ക് ഏത് ബേസിൽ സഹായിക്കും? കാരണം വെച്ചാൽ ഞാൻ കങ്ങം ചെയ്യുന്നതാണല്ലോ. ഈ വാട്ടർ ട്രീറ്റ്മെന്റ് ഞാൻ തന്നെയാണ് സത്യമായി എല്ലായിടത്തും ഓടുന്നതും എല്ലാ കാര്യങ്ങളും. അത് മാർക്കറ്റിംഗ് ആണെങ്കിലും ശരി, സോഷ്യൽ മീഡിയ ചെയ്യുന്നത് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷൻ സൽമയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും. അപ്പം ചേട്ടൻ്റെ ഒരു കമ്പനിയിൽ ഇപ്പൊ പറഞ്ഞ പോലെ ചേട്ടൻ തന്നെയാണ് എല്ലാ ഏരിയസിലും ഓടുന്നത് അല്ലേ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതൊരു റീജിയനാണ്, ഇപ്പോൾ എറണാകുളം മാർക്കറ്റാണ് ചേട്ടൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എറണാകുളം വിട്ട് നെക്സ്റ്റ് ഒരു മാർക്കറ്റിലേക്ക് ചേട്ടന് പോകണമെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ലൈക്ക് അത്രയും ഓടിയെത്താനും തിരിച്ചു വരാനും ഒക്കെ പറ്റില്ല. അതെ, വിട്ടുപോവാണ്. അപ്പൊ ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ടീമാണ്. ഞങ്ങളുടെ ടീമിൽ ഒരു 4 പേര് ഒരു കൺസൾട്ടിങ് ഫേമില്, ഇപ്പം നമ്മളൊരു ക്ലയന്റിനെ എടുത്തു കഴിഞ്ഞാൽ 4 പേരുണ്ടാവും അതിൽ വർക്ക് ചെയ്യാൻ.
ചെയ്യാൻ. സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടാകും, പിന്നെ ഒരു സീനിയർ കൺസൾട്ടൻറ്റ് ഉണ്ടാകും, ജൂനിയർ കൺസൾട്ടൻസ് ഉണ്ടാകും. അപ്പം ഈ ഒരു ടീമായിരിക്കും നമ്മൾ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇനിഷ്യൽ ലെവലിലുള്ള ചേട്ടൻ്റെ ഹിക്കപ്സ് ഒക്കെ ഞങ്ങൾ ത്രൂ തന്നെ മാനേജബിൾ ആക്കി കൊണ്ടുവരും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ്ലി പ്ലാൻ ചെയ്ത പ്രകാരം ഈ പറഞ്ഞ ഓരോ ലൊക്കേഷൻസിലേക്കും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടോ 1 or 2 year എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ് ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും ഇനിഷ്യലി. കൺസൾട്ടിങ്ങിലാണോ നമ്മളുടെ ഓക്കെ മുമ്പിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബഡ്ജറ്റ് നമ്മൾ തരും. ഈ ഒരു പ്ലാൻ അനുസരിച്ച് ഇത്ര സെയിലാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഇപ്പൊ ചേട്ടൻ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു വർഷം എനിക്ക് 1 CR എങ്കിലും ടേൺ ഓവർ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഈ മാൻ പവർ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബഡ്ജറ്റിംഗ് ഇട്ട് തരും. ആ ബഡ്ജറ്റിംഗ് എന്തായാലും വയബിൾ ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു 2 സ്റ്റാഫ് സെയിൽസിന് 2 സ്റ്റാഫിനെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 20,000 to 20,000 സാലറിയിലുള്ള പാക്കേജിലുള്ള സ്റ്റാഫിനെ തന്നെ എടുക്കേണ്ടി വരും. ബാക്കിയൊക്കെ നമ്മുടെ ഇൻസെൻറ്റീവ് വൈസ് ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റാഫിനെയും പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാവും, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഉണ്ടാവും. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അസോസിയേറ്റ്സ് ഉണ്ട്. ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമുകളുണ്ട്. അപ്പോൾ അവരെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് തരും. അപ്പോൾ അവർ പറഞ്ഞു തരും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് മന്ത്ലി എന്തൊക്കെയാണ് ചെയ്തു തരേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരും. പക്ഷെ ബാക്കി കോർഡിനേഷൻ എല്ലാം ഞങ്ങൾ ത്രൂ തന്നെ ആയിരിക്കും. ബേബി ചേട്ടൻ ഇതേപോലെ പലയിടത്തായിട്ട് ഓടേണ്ട ഒരു അവസ്ഥയിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ ഇതും കൂടെ മാനേജബിൾ ആയിരിക്കില്ല. അപ്പം ഞങ്ങളായിരിക്കും അതിൻ്റെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, ഇതിലെവിടെ ഏതൊക്കെ ലൊക്കേഷനിൽ ബൂസ്റ്റ് ചെയ്യണം, ഈ പോസ്റ്റർ കറക്റ്റ് ആണോ, അതോ പോസ്റ്ററിൽ വേറെ ചേഞ്ചസ് കൊണ്ടുവരണോ, റീൽ എങ്ങനെ എടുക്കണം, പുതിയ പുതിയ സ്ട്രാറ്റജീസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ വന്ന് ഇംപ്ലിമെന്റ് ചെയ്തു തരുന്നു. അതേപോലെ തന്നെ ഡോക്യുമെന്റഡ് ആക്കി കൊടുക്കും. അതൊരു മാനുവൽ പോലെ. ചേട്ടനിപ്പം 1 yearലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഓരോന്നും മാനുവൽ ആക്കി ഡോക്യുമെന്റഡ് ആക്കി ഹാൻഡ് ഓവർ ചെയ്യും. മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരിക്കും. 1 CR എന്ന് പറയുന്ന ലക്ഷ്യം നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ളത് ഇൻവോൾവ് ആണ്. അത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ആണല്ലോ. ഈ 1 CRലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ക് ആൻഡ് പ്രോസസ്സുകളായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഇപ്പം ടോൺ ചേട്ടൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ 1 CRലേക്ക് എത്താൻ ഭയങ്കര ഹിക്കപ്സ്, ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും അവിടേക്ക് എത്താൻ. അപ്പോൾ അതിനെ ഒരു ടീമിനെ ഓറിയന്റ് ചെയ്ത് ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ 1 CRലേക്ക് എത്തിക്കാം. അപ്പോൾ ഈ ടീമിനെ എടുക്കാനുള്ള ഒരു ബാക്കപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനീഷ്യൽ ലെവലിൽ. പിന്നെ ഗ്രാജുവലി അത് സെയിൽസ് ത്രൂ വന്നോളും. പിന്നെ സിനിമ ഇപ്പം ഫസ്റ്റ് പറഞ്ഞാൽ ട്രെയിനിങ്, കോർപ്പറേറ്റ് ട്രെയിനിങ്. അപ്പൊ ഈ കോർപ്പറേറ്റ് ട്രെയിനിങ് ആണല്ലോ എന്തൊക്കെയാ വരുന്നത്? നമ്മളിപ്പോൾ ഉള്ള നിലവിലുള്ള ക്ലയൻസിന് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. ഈ നമ്മളുടെ കൺസൾട്ടിങ് സർവീസിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 3 months ഓരോ ട്രെയിനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനീഷ്യലി ഒരു മോട്ടിവേഷൻ ട്രെയിനിങ് ആകും, പിന്നെ ലീഡർഷിപ്പ് ട്രെയിനിങ്സ് ഉണ്ടാകും, പിന്നെ ഈ പർട്ടിക്കുലർലി ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ സെയിൽസിൻ്റെ ആയിരിക്കും, കസ്റ്റമർ റിലേഷൻസിനാണെങ്കിൽ കസ്റ്റമർ റിലേഷൻ, അങ്ങനെ ഓരോ ടോപ്പിക് അനുസരിച്ച് നമ്മൾ ട്രെയിനിങ്സും ഈ ക്ലയൻറ്റിൻ്റെ ഓൺ ഗോയിങ് നമ്മളുടെ പ്രോസസ്സിൽ ഉണ്ടാകും. ഇല്ലാതെ നമ്മൾ ട്രെയിനിങ് മാത്രമായിട്ടും പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുക, ഞങ്ങളുടെ സെയിൽസ് ടീമിന് ഒരു സെയിൽസ് ട്രെയിനിങ് മാത്രം കൊടുത്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ സെയിൽസ് ട്രെയിനിങ് മാത്രമായിട്ടും ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും സ്ഥാപനത്തിൽ നമുക്ക് അതിനുള്ള സ്പേസും നമ്മളുടെ ആ ഒരു ഏരിയ, അത്രയും പേർക്ക് ഇരിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒരു വെന്യൂലായിരിക്കും ചെയ്യുന്നത്. ഓൾ കേരള നമ്മൾ ഓൾ കേരള തന്നെ ക്ലയൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എബ്രോഡ് ക്ലയൻസും നോക്കുന്നുണ്ട്. UAE, സൗദി അറേബ്യ അങ്ങനെ വരുന്ന ക്ലയൻസിനെയും നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സൽമ, ഒരു ഡൗട്ടുള്ളത്, ഞാൻ ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോവാ എന്ന് വെച്ചാൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത്രയും എല്ലായിടത്തും ഫേമസ് ആയെങ്കിലും പ്രൊഡക്റ്റ് എന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇതൊരു ബിസിനസിന്റെ രൂപത്തിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും? ഉറപ്പായിട്ടും. ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ്, നമുക്ക് കൺസൾട്ടിങ്ങിൽ സ്റ്റാർട്ടപ്പും വേറൊരു വേർട്ടിക്കളാണ്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചേട്ടൻ്റെ ഐഡിയ ആണ്. ഈ ഐഡിയനെ എങ്ങനെ പിച്ച് ചെയ്ത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് ചെയ്യുന്നത് ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചേട്ടൻ്റെ ഐഡിയ ആദ്യം ഞങ്ങളോട് പറയുക, ആ ഐഡിയാസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തതിന് ഒരു ബിസിനസ് പ്ലാൻ ആക്കും. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ ഇല്ലാത്തൊരു ബിസിനസ് പ്ലാൻ ആണെങ്കിൽ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു പ്ലാൻ നമ്മളാക്കി തരും. ഇത് ഓരോ
സ്റ്റേജസിലും ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിൻ്റെ കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ സോർട്ട്, നമ്മളുടെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ, ഓപ്പർച്യൂണിറ്റീസ് എന്താ, ത്രെറ്റ് എന്താ, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മളുടെ ഈ ബിസിനസ് പ്ലാനിലാണ്. ആ പ്ലാനിൻ്റെ അകത്ത് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, സെയിൽസ് എങ്ങനെ ചെയ്യണം, ഇൻസൈഡ് നമുക്ക് എത്ര സ്റ്റാഫിന് വേണം, ഈ ഓർഗനൈസേഷന് ഹൈറാർക്കി ഉണ്ടല്ലോ, നമ്മളൊരു ഓർഗനൈസേഷൻ എടുക്കുക, ഒരു ഹൈറാർക്കി ലെവൽ ഉണ്ടല്ലോ, ഒരു മാനേജ്മെൻറ്റ് ലെവൽ, മിഡിൽ മാനേജ്മെൻറ്റ്, അതുവരെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രോപ്പർലി ആക്കിയിട്ട് ഈ ഡോക്യുമെൻറ്റ് ബിസിനസ് പ്ലാൻ ആയിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസ് പ്ലാൻ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ഇനിഷ്യലി ഇങ്ങനെ ചെയ്തു പോകണം, നെക്സ്റ്റ് ഇങ്ങനെ ചെയ്തു പോകണം, അതിൽ ഇനാഗ്രേഷൻ പ്ലാൻ വരെ നമ്മൾ ഇട്ടിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ ഒരാളുടെ മൈൻഡിൽ ഒരു വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രാക്ടിക്കലാക്കി തരും. എല്ലാ ബാക്ക് സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാ കൊളാബറേഷനും നമ്മൾ ചെയ്തു തരും. ബിസിനസ് സക്സസ് ആകാനുള്ള വഴികൾ നിങ്ങൾ കാണിച്ചത്, അതാണ് ബിസിനസ് കൺസൾട്ടന്റ്. അതെ അതെ. പിന്നെ ഒരു കാര്യം, ഇപ്പം നിങ്ങളിപ്പോ ഒരു കോൺട്രാക്ട് ബേസിലല്ലേ ആയിരിക്കും എടുക്കുന്നത്, ഒരു 6 month, 3 month അല്ലെങ്കിൽ 1 year. അപ്പം ഈ ഒരു 1 year കഴിയുമ്പോഴത്തേക്ക് ഇത് പ്രോഗ്രസീവ് ആണോ അല്ലെങ്കിൽ ഇതിന്റെ സക്സസ് ആണോ? അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് 1 year കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ആവുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു എന്റർപ്രൈനർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഉറപ്പായിട്ടും. നമുക്ക് പല ക്ലയൻസിലും ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ആഫ്റ്റർ 1 year അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺട്രാക്ട് പീരീഡ് ചിലപ്പോൾ 1 year ആകും, അല്ലെങ്കിൽ 2 year ആകും, 6 months ആകും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സർവീസ് ആയിരിക്കും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ റീ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ തന്നെ നമ്മൾ ഈ സിസ്റ്റം ഫുള്ളി ബിൽഡ് ചെയ്തിട്ടായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിനുള്ള മാൻ പവർ, ഇപ്പോൾ ഹെഡ് ലെവലിലുള്ള സ്റ്റാഫ്സിനെയും എല്ലാം നമ്മൾ കറക്റ്റ്ലി അസൈൻഡ് ആക്കി എല്ലാ പ്രോസസ്സും സിസ്റ്റമാറ്റിക്കലി റൺ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു കമ്പനിയിൽ നിന്ന് വിഡ്രോ ആവുന്നത്. ഈ വിഡ്രോ ആയി കഴിഞ്ഞാലും ഞങ്ങളൊരു ഓഡിറ്റ് പ്രോസസ്സ് പിന്നെയും കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ ഒരു ആഫ്റ്റർ കോൺട്രാക്ട് പീരീഡ് ഒരു 3 months കഴിഞ്ഞിട്ട് വിളിക്കുകയാണ്, നിങ്ങളൊന്നുകൂടെ വന്ന് ഇതൊന്ന് ചെക്കപ്പ് ചെയ്യണം, ഇൻറ്റേർണൽ ചെക്കപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമല്ലോ, എല്ലാ ഇയറിലും ഹെൽത്ത് ചെക്കപ്പ് ചെയ്യും. അതേപോലെ തന്നെ കമ്പനി ചെക്കപ്സ് ഉണ്ട്, അത് ഇൻറ്റേർണൽ ഓഡിറ്റ് ആയിരിക്കും. അപ്പം ഞങ്ങളുടെ ടീം അവിടെ പോയിട്ട് നമുക്കൊരു ഓഡിറ്റ് ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണോ ഇപ്പോൾ റൺ ചെയ്ത് പോകുന്നത് എന്നുള്ളതെല്ലാം ഓഡിറ്റ് ചെയ്ത് വരും. ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ഓൺട്രപ്രണർക്ക് നമ്മളിത് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല, ഇത് ഇന്ന റീസൺ കൊണ്ടാണ് എന്നുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. പർട്ടിക്കുലർ ഒരു സ്റ്റാഫിന് കൊടുക്കുന്ന ഡ്യൂട്ടീസ് ഇപ്പൊ ഇൻ കേസ് അവർ മാറിക്കഴിഞ്ഞാലും ആ മാറുന്ന ആൾക്ക് ഈ ഡ്യൂട്ടീസ് കമ്പനി പഠിപ്പിച്ചു കൊടുക്കുന്നത്, കമ്പനി പഠിപ്പിക്കും. അതിനാണ് നമ്മൾ പറഞ്ഞ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഈ ഡോക്യുമെന്റ് നമ്മൾ അവിടെ സബ്മിറ്റഡ് ചെയ്തിരിക്കും. ഈ ഒരു ഓർഗനൈസേഷന് എത്ര എംപ്ലോയീസ് ഉണ്ടോ ഈ എംപ്ലോയീസിന്റെ എല്ലാ ജോബ് ഡിസ്ക്രിപ്ഷനും നമ്മൾ തന്നെ എഴുതി തയ്യാറാക്കി അവർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അടുത്തൊരാൾ വരുമ്പോഴും ഈ പറഞ്ഞ വ്യക്തി മാത്രമേ മാറുന്നുള്ളൂ, ആ ഡെസിഗ്നേഷൻ ഇന്നും അവിടെ ഉണ്ട്. ആ ഡെസിഗ്നേഷൻ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്ന് ഡോക്യുമെന്റഡ് ആയിട്ട് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ള ഡോക്യുമെന്റും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈസിയാണ്. ലൈക്ക് ഒരു ഓൺട്രപ്രണറിന്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇന്ന കാര്യങ്ങളാണ് ഈ ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യേണ്ടതെന്നുള്ളത് ആ ഡോക്യുമെന്റിൽ ഉണ്ടാകും. അപ്പോൾ പിന്നെ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ബേസിക്കായിട്ട് പറഞ്ഞാൽ ഒരു ബിസിനസ് നമ്മളെല്ലാവരും സ്റ്റാർട്ടപ്പ് ആക്കും, പക്ഷേ അതിനകത്ത് സക്സസ് ആകുന്ന റേഷ്യോ വളരെ കുറവാണ്. കാരണം സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടംപോലെ സ്റ്റാഫുകളുണ്ടായിരിക്കും, അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് പർട്ടിക്കുലർക്കാർ അറിയത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ബിസിനസ് കൺസൾട്ട് ആണെങ്കിൽ ഒരു സ്റ്റാഫിന് പകരം ഒരു ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ ഒരു സ്ഥാനം ഉണ്ടാക്കി വെക്കും. ഇന്ന ആൾ ഈ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പൊസിഷൻ്റെ ഒരിക്കലും ബ്ലാങ്ക് ആകത്തില്ല, ഇല്ലാതാകത്തില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നടക്കും. അപ്പോൾ ഇതിലൂടെ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് 100% സക്സസ് ഉണ്ടാകുന്നുള്ള 100%. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓണറിനാണെങ്കിലും കൂടുതൽ ലോഡില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്ത് പഠിപ്പിക്കണം അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കണം കൂടുതൽ തപ്പേണ്ട ആവശ്യമില്ല. അതെല്ലാം ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ഒരു സിസ്റ്റമാറ്റിക്കലി കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ വരുന്ന ഒരാൾക്ക് അവർക്ക് ഇതാണ് ടാസ്ക്, നിങ്ങളിത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതുമാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കാര്യങ്ങൾക്ക് പെൻഡിങ് വരത്തില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് ആ വർക്ക് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പ്രൊഡക്ഷൻ കൂടുതലുണ്ടാവും, അതുപോലെ തന്നെ സപ്ലൈ ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും. ഓരോരോ ആളുടെ ടാസ്ക് അവരവർ ഏറ്റെടുത്തിട്ട് നടത്തിക്കോളും. അപ്പോൾ ഇതായിരുന്നു ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സെൽമ നമ്മുടെ ഓബ്രോൺ മോളിലാണ്. അപ്പോൾ ഞാനിത് പ്രൊമോഷന് വേണ്ടി ചെയ്തല്ല കേട്ടോ, കാരണം ഒരു ബിസിനസ് കൺസൾട്ട് എന്താണെന്ന് സാധാരണപ്പെട്ട ആൾക്കാർ അറിഞ്ഞിരിക്കണം. പലരും ഇന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്തിട്ട് സക്സസ് ആകാത്തവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അവർ നിങ്ങളെ ബിസിനസ് ഡെവലപ്പ് ആക്കാൻ നിങ്ങളുടെ ടാർഗറ്റ് എത്ര ആണോ ആ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി അവരുടെ കംപ്ലീറ്റ് ടീം വർക്ക് ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, അവർ ആ പീരീഡ് കഴിഞ്ഞിട്ടാണെങ്കിലും അവർ ഇതിൻ്റെ കംപ്ലീറ്റ് ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. കാരണം അവിടെ എന്ത് കുറവുണ്ടായി അല്ലെങ്കിൽ എന്ത് രണ്ടാമത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം ഇവർ ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം സൽമായിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു ഇത്. ഞങ്ങളുടെ വീനയുടെ സെക്ഷൻ ആട്ടോ സത്യം പറഞ്ഞാൽ 1-to-1 എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അപ്പം ഞാൻ മാത്രമല്ലല്ലോ, അത് ബാക്കിയുള്ളവർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ 1-to-1 ചെയ്തത്. അപ്പം താങ്ക് യു. ചേട്ടാ. ഓക്കെ.